ഷഹനാസേ, എന്തോ ആ പൂച്ച കണ്ണും ആ ചിരിയും എന്നാ രസമാണവേ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. പക്ഷെ മഴതോരും മുമ്പ് എന്ന സീരിയലിലെ ആ കഥാപാത്രത്തെ കണ്ട എടുത്ത് ഭിത്തിയെ വെക്കാൻ തോന്നുന്നു. ശരിയാണോ? സത്യ. അത്രമേൽ ആളുകളുടെ മനസ്സിൽ ആ കഥാപാത്രം ഇടം നേടി. ഷഹനാസിന്റെ വീട് എവിടാ? തിരുവനന്തപുരത്താണ് വീട്. തിരുവനന്തപുരത്ത് കള്ളിക്കാട്. ഹസ്ബൻഡിന്റെ വീടാണ് അവിടെ. കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞാണ്. പിന്നെ സത്യമായിട്ട് എന്റെ പൊന്നെ, ഞാനോർത്ത് കൊച്ചു കൊച്ചാണ് കേട്ടോ. ഇല്ല, കല്യാണം കഴിഞ്ഞത് 3ാമത്തെ വർഷമാവാൻ പോവാ. ആ, കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഞാനോർത്ത് കൊച്ചു കൊച്ചാണ്. ആണോ? അടിപൊളി അടിപൊളി. ഏതായാലും ഒത്തിരി സന്തോഷം. ഇനിയിപ്പം മഴതോരും മുമ്പ് എന്ന സീരിയലിലോട്ട് ഷഹനാസ് എത്തപ്പെടുന്നത് എങ്ങനെയാ? ഞാൻ ഇതൊരു സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ വഴിയാ വരുന്നത് സംഭവം. ഓൾറെഡി ഇതിലൊരു കുട്ടിയെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ റീപ്ലേസ് ചെയ്താണ് ഞാൻ വരുന്നത് പ്രമോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ പെട്ടെന്നുള്ളൊരു കോളും പെട്ടെന്ന് തന്നെ കഥയൊക്കെ പറഞ്ഞു അങ്ങനെ വിളിക്കുന്ന തന്നെ. പ്രമോയിൽ വന്നു, ഓക്കെ ആണ്, സെറ്റ് ആണെന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ ഷൂട്ട് സ്റ്റാർട്ടിങ് ആയിരുന്നു. ഈ കഥ അറിഞ്ഞപ്പോ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും ഞാൻ ഈ സ്റ്റോറി വായിച്ചിട്ടോ ഇല്ല. പണ്ട് എന്റെ ഉമ്മായും വാപ്പായൊക്കെ പറയാറുണ്ട് ഇതിങ്ങനെ വാരികയിലൊക്കെ വരുന്നതാണ്. സോ നല്ല ഇമ്പാക്ട് ഉള്ള കഥയാണ്. ജോസി സാറിന്റെ വർക്ക് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. എല്ലാവരും കാത്തിരിക്കുന്നൊരു ഉറപ്പായിട്ടും ആ ഒരു സാറിന്റെ കീഴിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. സോ അതിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോ ഫസ്റ്റ് ഞാൻ അയ്യോ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള മൈൻഡിലായിരുന്നു. നെഗറ്റീവ് ആണെങ്കിൽ പോലും വന്ന് നിൽക്കുക നോക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിങ്ങനെ കയറി വരുമായിരുന്നു. വരുന്ന അനുസരിച്ച് ഓഡിയൻസിനും എൻ്റെ അടുത്തുള്ള ദേഷ്യവും കൂടി വരുക. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ മോശമായിട്ടാണ് നിൽക്കുന്നത്. അതായത് എന്റെ ചേച്ചിന്ന് എനിക്ക് അറിയത്തില്ല. സോ പുള്ളിക്കാരി ഞാൻ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനൊന്നും ഒരാളെ ദ്രോഹിക്കില്ല കേട്ടോ. കാരണം അമ്മ പറയുന്നതാണ് എനിക്കെല്ലാം എന്നുള്ള രീതിയിലാണ്. അമ്മ ഇതിൽ നെഗറ്റീവാ, വൈഷ്ണവി ചേച്ചിയാ ചെയ്യുന്നത്. സോ ചേച്ചി എനിക്ക് സപ്പോർട്ടീവാ. അമ്മയും മോളുകൾ ഒത്തുകളിയാണോ? ഒത്തുകളിന്നല്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് മോൾക്കും ഇഷ്ടമില്ല, അതുപോലെ തന്നെ എന്റെ ചേട്ടനും ഇഷ്ടമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പോസിറ്റീവ് ആയിക്കൊണ്ട് വരാണ്. അതുപോലെ തന്നെ ഓഡിയൻസിന്റെ റെസ്പോൺസും എന്നെ ഭയങ്കര അധികമായിട്ട് നെട്ടിച്ചിട്ടുണ്ട്. കാരണം ഇവിടുന്ന് തന്നെ എല്ലാരും പറയുന്നുണ്ട്, ആദ്യം നിന്നെ മോശമാണെന്ന് പറഞ്ഞവര് തന്നെ ഇപ്പൊ നിന്നെ ബബിത വന്നാൽ കൊള്ളാം, ബബിത ചെയ്യണം, ഇനിയും വരണം, ഞങ്ങളുടെ കോംബോ സീൻസ് ഒക്കെ വരണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. പിന്നെ ആളുകൾ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോഴാ അത് ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഫസ്റ്റ് എനിക്ക് എന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ഞാൻ ഇത് ഡയറക്ടർ ബിനു സാർ ഉണ്ട് ഞങ്ങളുടെ. അപ്പൊ സാറിന്റെ അടുത്ത് ഞാനിത് സംസാരിച്ചപ്പോ സാറ് പറഞ്ഞു നമ്മുടെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും നന്നായിട്ട് കൊടുക്കുക. പിന്നെ ഇത് അഭിനയിക്കുന്ന ആയിട്ട് വിചാരിക്കല്ലേ, നമ്മളായിട്ട് തന്നെ നിക്കുക. ക്യാരക്ടർ നീ ആവുക, ബബിത എന്ന് പറഞ്ഞത് ഷഹനാസ് ആകുക, എന്നിട്ട് അങ്ങ് ചെയ്യുക. അഭിനയമായിട്ട് ഒന്നും നിക്കണ്ട. അങ്ങനെ പറഞ്ഞു നമ്മൾ ആ ക്യാരക്ടർ ഇങ്ങനെ ഉൾക്കൊണ്ട് ചെയ്തതാ. ഈ റിയൽ ലൈഫിൽ ബബിതയുടെ കഥാപാത്രം ഷഹനാസിൽ എപ്പോഴെങ്കിലും തൊട്ട് തലോടി പോയിട്ടുണ്ടോ? ഇല്ല, നെഗറ്റീവ് ഇല്ല. പക്ഷെ കുറുമ്പും കുസൃതി അമ്മയായിട്ടുള്ള വഴക്കും എല്ലാം സ്ഥിരമായിട്ടുള്ളതാ. പക്ഷെ ഈ ദുഷ്ടത്തിന് അങ്ങനെയൊന്നും ഇല്ല.